കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇന്റർ ക്രോപ്പ്, അതുപോലെ ക്രോപ്പ് റൊട്ടേഷൻ, ലെഗുമിനസ് പ്ലാന്റ്സ് ഇവയൊക്കെ പറ്റിയാണ് പഠിച്ചിരുന്നത്. വിളപര്യയും അതുപോലെ എന്താണ് ഇടനില കൃഷി, പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ ഉപയോഗിക്കുന്നത്, അത് കൃഷി ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഫെർട്ടിലൈസേഴ്സിനെയും പെസ്റ്റിസൈഡ്സിനെയും പറ്റിയാണ്. എന്താണ് ഈ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും എന്ന് പറയുന്നത്? അതായത് ഫെർട്ടിലൈസേഴ്സ് മീൻസ് വളം, പെസ്റ്റിസൈഡ്സ് മീൻസ് കീടനാശിനി. ഇവ രണ്ടും എന്താണ് നമ്മുടെ വിളയ്ക്ക് ഗുണം ചെയ്യുന്നവയാണ്. ആ ഗുണം ചെയ്യുന്നവയെന്ന് വെച്ചാൽ എന്താണ് ഈ പെസ്റ്റിസൈഡ്സ് മീൻസ് കീടനാശിനികൾ. എന്താണ് ഈ കീടനാശിനി? ആ വേർഡിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. കീടനാശിനി, കീടത്തെ നശിപ്പിക്കുന്നത്, അതാണ് കീടനാശിനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് മൂലം എന്താണ് നമുക്ക് നല്ല വിളവ്, അതായത് ആ വിളവ് നമ്മുടെ കൃഷി ചെയ്യുന്ന വിളയിൽ നിന്ന് ഉള്ള എന്താണ് കീടങ്ങളെയൊക്കെ നശിപ്പിച്ച് നമുക്ക് നല്ലൊരു വിളവ് കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ മാനുവർ, എന്താണ് വളങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ആ കൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ വിളയ്ക്ക് വേണ്ടി അതിന് വേണ്ട മൂലകങ്ങളും അതിന്റെ ന്യൂട്രീഷൻസും ഒക്കെ കാര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. അത് രണ്ടും ഒപ്പം എന്താണ് ഈ വിളയ്ക്കുള്ള നമുക്ക് എന്താണ് ആ ഈൽഡ് കൂടുതൽ കിട്ടാനായിട്ട് സഹായിക്കുന്നവയാണ്. ഇനി ഈ പെസ്റ്റിസൈഡ്സ് തന്നെ നമുക്ക് പെസ്റ്റിസൈഡ്സിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പെസ്റ്റിസൈഡ്സ് രണ്ട് തരത്തിലുണ്ട്. കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഉണ്ട്, ബയോ പെസ്റ്റിസൈഡ്സും ഉണ്ട്. ഇനി എന്താണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ രാസ കീടനാശിനി എന്ന് പറയുന്നത്? അതായത് കെമിക്കൽ വസ്തുക്കൾ അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കീടങ്ങളെ നശിപ്പിക്കുക. അപ്പോൾ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ രാസവസ്തുക്കൾ എപ്പോഴും എന്താണ് നമുക്ക് ദോഷം ചെയ്യുന്നവയാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതലേ പഠിച്ചിട്ടുണ്ട് ആണല്ലോ, രാസവസ്തുക്കൾ നമുക്ക് ദോഷം ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇവ എന്താണ് നമ്മുടെ ഈ വിളകളിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ വിള നമ്മൾ ഭക്ഷിക്കുന്നു. നമ്മൾ മാത്രമല്ല, അതെന്താണ് മറ്റു മൃഗങ്ങളും പക്ഷികളും അതുപോലെ എന്താണ് നമ്മുടെ മണ്ണിനും വെള്ളത്തിനും ഒക്കെ എന്താണ് ഈ കെമിക്കൽസ് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് നമുക്ക് അല്ലെങ്കിൽ രാസ കീടനാശിനികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? അത് നമുക്ക് എന്താണ് ദോഷം ചെയ്യുന്നവയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ വിളയ്ക്കും നമുക്ക് എന്താണ് മനുഷ്യർക്കും ഒക്കെ ദോഷം ചെയ്യാത്ത രീതിയിലുള്ള പെസ്റ്റിസൈഡ്സ് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ളത്. അങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സ് ആണിത് ബയോ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ജൈവ കീടനാശിനികൾ. ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കീടങ്ങളെ നശിപ്പിക്കുന്നു, അതാണ് ജൈവ കീടനാശിനി അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ. ആ 2-3 ബയോ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഈ ബയോ പെസ്റ്റിസൈഡ് നമ്മുടെ കീടങ്ങളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബയോ പെസ്റ്റിസൈഡ്സുകൾ, അതിന്റെ നിർമ്മാണമൊക്കെയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. 2-3 ബയോ പെസ്റ്റിസൈഡ്സുകൾ, അവ രാസ കീടനാശിനികൾ എങ്ങനെ നിർമ്മിക്കാം അതിനെ പറ്റിയാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നോക്കാം, പ്രധാനപ്പെട്ട 3 ബയോ പെസ്റ്റിസൈഡ്സിനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ജൈവ കീടനാശിനികൾ. ഏതൊക്കെയാണ്? ടുബാക്കോ ഡിക്കോക്ഷൻ, എന്താണ് പുകയില കഷായം, നീം കേക്ക് വേപ്പിൻ പിണ്ണാക്ക്, നീം ഓയിൽ എമൽഷൻ വേപ്പെണ്ണ എമൽഷൻ. അപ്പോൾ ഈ 3 ബയോ പെസ്റ്റിസൈഡ്സ് ജൈവ കീടനാശിനികളുടെ പ്രിപ്പറേഷൻ, അതാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. അപ്പൊ നോക്കാം, ടുബാക്കോ ഡിക്കോക്ഷൻ അല്ലെങ്കിൽ പുകയില കഷായം ഇത് എങ്ങനെ നിർമ്മിക്കാം, ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് നോക്കാം, കട്ട് 1 kilogram ടുബാക്കോ ഇൻറ്റു സ്മാൾ പീസസ്. 1 kilogram ടുബാക്കോ മീൻസ് പുകയില. നമുക്കറിയാം, നമുക്ക് ഈ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പുകയില എന്ന് പറയുന്നത്. ഇതെന്താണ് 1 kilogram പുകയില എടുത്ത് അതിനെന്താണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. Then soak in 1 liter water in 1 day. ഇതെന്താണ് ഈ കട്ട് ചെയ്ത ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ഈ ടുബാക്കോ അല്ലെങ്കിൽ പുകയില എന്താണ് 1 ലിറ്റർ വെള്ളത്തിൽ 1 ദിവസം ഫുള്ള് കുതിർത്ത് വയ്ക്കുക. ആ വെള്ളത്തിലിട്ട് വെക്കുക, എന്തായിട്ട് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട്, ആ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് 1 ലിറ്റർ വെള്ളത്തിൽ 1 ദിവസം ഫുള്ളായിട്ട് എന്താണ് അതിനെ താഴ്ത്തി വയ്ക്കുക. നോക്കാം, ഫസ്റ്റ് സ്റ്റെപ്പ്, cut 1 kilogram tobacco into small pieces and soak in 1 liter of water in 1 day. 1 kilogram എന്താണ് പുകയില എടുത്തു. ആ 1 കിലോഗ്രാമിന് എത്ര വാട്ടർ എടുക്കുന്നു? 1 ലിറ്റർ വാട്ടർ എടുക്കുന്നു. 1 കിലോഗ്രാം പുകയില എടുത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു, അതിനെ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് സോക്ക് ചെയ്യാൻ, കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നു. ദെൻ നമുക്ക് അങ്ങനെ കുതിർന്ന് 1 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും, അയക്കുമല്ലോ. അപ്പോൾ ആ പുകയിലയുടെ എന്താണ് അതിലെ കണ്ടൻസ് എല്ലാം ആ വെള്ളത്തിൽ ആയി കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് ആ പുകയില കുതിർത്ത് വെച്ചിരുന്ന ആ വെള്ളത്തെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. അരിച്ചെടുത്തിട്ട് എന്താണ് ഡിസോൾവ്
100 gram scraped bar soap in it. അതായത് ഈ നമ്മൾ എന്താണ് പുകയില കുതിർത്ത് വെച്ചിരുന്നു, ആ വെള്ളം എന്താണ് ഫിൽറ്റർ ചെയ്തെടുക്കുക, അരിച്ചെടുത്തിട്ട് അതിലേക്ക് 100 ഗ്രാം ബാർ സോപ്പ് മീൻസ് നമ്മൾ കഴുകുന്ന സോപ്പ് ഉണ്ടല്ലോ, ആ സോപ്പ് എന്താണ് നന്നായിട്ട് ചീകി അതിനകത്തിട്ട് ഇളക്കി ഡിസോൾവ് ചെയ്യിക്കുക, അതിനെ അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പുകയില കഷായം അല്ലെങ്കിൽ ടുബാക്കോ ഡിക്കോക്ഷൻ്റെ പ്രിപ്പറേഷനാണ് പറയുന്നത്. ആദ്യം എന്താണെന്ന് പറഞ്ഞത് 1 കിലോഗ്രാം ടുബാക്കോ എടുക്കുക, അതിന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക, അതിനെന്താണ് 1 ലിറ്റർ വെള്ളത്തിൽ 1 ദിവസം ഫുള്ള് അതിനെ ഡിപ്പ് ചെയ്ത് വയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അത് സോക്ക് ചെയ്യാൻ, അത് കുതിരുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കുതിർന്ന് നമുക്ക് കിട്ടിയ ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിനെ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുക. ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് അതിനകത്ത് എന്താണ് 100 ഗ്രാം ബാർ സോപ്പ്, നമ്മൾ കഴുകുന്ന സോപ്പ്, ആ 100 ഗ്രാം സോപ്പ് ചീകി, അതായത് ചെറുതായിട്ട് ചീകി അതിലിട്ട് നന്നായിട്ട് ഡിസോൾവ് ചെയ്തെടുക്കുക, ഇളക്കി നന്നായിട്ട് ഡിസോൾവ് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടുബാക്കോ ഡിക്കോക്ഷൻ അല്ലെങ്കിൽ പുകയില കഷായം അവിടെ റെഡിയായി കഴിഞ്ഞു. അല്ലെങ്കിൽ ആ ടുബാക്കോ പെസ്റ്റിസൈഡ്സ്, പുകയില എന്താണ് കീടനാശിനി അവിടെ എന്താണ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഡയല്യൂട്ട് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. അതായത് ഇപ്പോൾ 1 കിലോഗ്രാം, നമുക്ക് 1 കിലോഗ്രാം ആണ് പുകയില എടുത്തേക്കുന്നത്, അതിനകത്ത് എന്താണ് 1 ലിറ്റർ വാട്ടർ, 100 ഗ്രാം സോപ്പ്, ഇത് മൂന്നുമാണ് നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഇതിലെന്താണ് അപ്പോൾ ഇത് ഹൈ കോൺസെൻട്രേറ്റഡ് ആണ് ഇപ്പോൾ എന്താണ് ഈ പെസ്റ്റിസൈഡിൽ നിന്ന്. ഇതിന് ഡയല്യൂട്ട് ചെയ്ത് വേണം നമുക്ക് പ്ലാന്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഡയല്യൂട്ട് ചെയ്യുന്നതിന് എന്താണ് ചെയ്തത്? ആഡിങ് ഡബിൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. നമ്മൾ എടുത്തേക്കുന്നത് എത്രയാണോ, ഈ നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചു, എന്താണ് ടുബാക്കോ ഡിക്കോക്ഷൻ കിട്ടി, അതായത് 1 കിലോഗ്രാം പുകയില കട്ട് ചെയ്തു, അതിന് 1 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചു, അതിലെന്താണ് 100 ഗ്രാം സോപ്പും കൂടി ആഡ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് എന്താണ് ഡിസോൾവ് ചെയ്ത് വെച്ചു. ഇനി ഇതിന് ഡയലൂട്ട് ചെയ്ത് വേണം നമ്മൾ പ്ലാന്റ്സിന് അപ്ലൈ ചെയ്യാൻ. ഡയലൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എത്രയാണോ അവിടെ ആ ടുബാക്കോ ഡിക്കോക്ഷനിൽ നിന്ന് എടുക്കുന്ന അളവ്, ആ എടുക്കുന്ന അളവിന്റെ ഡബിൾ ക്വാണ്ടിറ്റി വാട്ടർ ഇതിനകത്ത് ചേർക്കുക. ആ ഡബിൾ ക്വാണ്ടിറ്റി വാട്ടർ ചേർത്ത് അതെന്താണ് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ഇത് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഇപ്പൊ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും തന്നെ ടുബാക്കോ ഡിക്കോക്ഷൻ എടുക്കണമെങ്കിൽ അതിന്റെ ഡബിൾ ക്വാണ്ടിറ്റി വാട്ടർ എടുക്കണം. 2 ഇരട്ടിയോളം വെള്ളം ചേർത്ത് അതിനെ നന്നായിട്ട് ഡയലൂട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് ഇപ്പൊ നമുക്ക് 1 കിലോ അതിൽ നമുക്ക് ഇപ്പോൾ ഒരു 5 ml ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എത്രയാണ് 10 ml അതിനകത്ത് വാട്ടർ ആഡ് ചെയ്യണം. 5 ml ടുബാക്കോ ഡിക്കോക്ഷൻ എടുക്കുകയാണെങ്കിൽ 10 ml വാട്ടറും കൂടി ആഡ് ചെയ്യണം. അതായത് അതിന്റെ ഡബിൾ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ ഡബിൾ ക്വാണ്ടിറ്റി വാട്ടറും കൂടെ ആഡ് ചെയ്ത് വേണം നമ്മളിത് ചെടികൾക്കായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ടുബാക്കോ ഡിക്കോക്ഷന്റെ പ്രിപ്പറേഷൻ, പുകയില കഷായം എങ്ങനെയാണ്? 1 കിലോഗ്രാം ടുബാക്കോ നമ്മൾ എന്താണ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു, അതിനെ എന്താണ് 1 ലിറ്റർ വെള്ളത്തിൽ 1 ദിവസം ഫുള്ളായിട്ട് അതിനെ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചു. അതിന് ശേഷം അതെന്താണ് അരിച്ചെടുക്കുന്നു. അരിച്ചെടുത്തിട്ട് അതിലേക്ക് 100 ഗ്രാം ബാർ സോപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ചീകി ഇളക്കി നന്നായിട്ട് അതിനകത്ത് ഡിസോൾവ് ചെയ്യിക്കുന്നു. ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ പുകയില കീടനാശിനി അല്ലെങ്കിൽ കഷായം എന്ന് പറയുന്നത് ടുബാക്കോ ഡിക്കോക്ഷൻ റെഡി ആയി കഴിഞ്ഞു. ഇതിന് നമ്മളിനി ഡയലൂട്ട് ചെയ്തതിന് വേണ്ടി ഡബിൾ ക്വാണ്ടിറ്റി വാട്ടർ ചേർത്ത് നമ്മളത് ചെടികൾക്ക് അപ്ലൈ ചെയ്യണം, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം, നീം കേക്ക്. നീം കേക്ക് മീൻസ് വേപ്പിൻ പിണ്ണാക്ക്. ഇനി അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ചാൽ നോക്കാം. ആഡിങ് നീം കേക്ക് ആൻഡ് കാസ്റ്റർ കേക്ക്. അതായത് നീം കേക്ക് മീൻസ് എന്താണ്? വേപ്പിൻ പിണ്ണാക്ക്. ഈ വേപ്പിൻ പിണ്ണാക്കാണ് നമ്മൾ നിർമ്മിക്കുന്നത്. പക്ഷെ അതിനകത്ത് എന്തൊക്കെയാണ്? വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കാസ്റ്റർ കേക്ക്. കാസ്റ്റർ മീൻസ് ആവണക്കിൻ പിണ്ണാക്ക്. അപ്പൊ എന്താണ്? നീം കേക്കും കാസ്റ്റർ കേക്കും വേപ്പിൻ പിണ്ണാക്കും ആവണക്കൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് സോയിലിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എന്തിനു സഹായിക്കുന്ന വെച്ചാൽ ഹെൽപ്പ് ടു കൺട്രോൾ വർംസ് ദാറ്റ് അറ്റാക്ക് റൂട്ട്സ്. നമ്മുടെ റൂട്ടിനെ, അതായത് സസ്യങ്ങളുടെ റൂട്ടിനെ അറ്റാക്ക് ചെയ്യുന്ന വേംസിനെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ നീം കേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ നീം കേക്ക് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? നീം കേക്കും കാസ്റ്റർ കേക്ക്, വേപ്പിൻ പിണ്ണാക്കും ആവണക്കിൻ പിണ്ണാക്കും കൂടി അടങ്ങിയിരിക്കുന്നു. ഇത് രണ്ടും കൂടെ നമ്മൾ എന്താണ് ഡയറക്റ്റ് സോയിൽ അപ്ലൈ ചെയ്യുന്നു. എന്തിനു സഹായിക്കുന്നത്? ഹെൽപ്പ് ടു കൺട്രോൾ വർംസ് ദാറ്റ് അറ്റാക്ക് റൂട്ട്.
റൂട്ടിനെ പ്ലാന്റ്സിന്റെ റൂട്ടിനെ അറ്റാക്ക് ചെയ്യുന്ന വേംസിനെ എന്താണ് ആ കീടങ്ങൾ അല്ലെങ്കിൽ വിരകളെ, വേംസ് മീൻസ് വിരകള്, ആ റൂട്ടിനെ അറ്റാക്ക് ചെയ്യുന്ന വിരകളെ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ നീം കേക്ക് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറഞ്ഞാലും അതിനകത്ത് എന്തൊക്കെയുണ്ട്, വേപ്പിൻ പിണ്ണാക്കും ഉണ്ട്, ആവണക്കിൻ പിണ്ണാക്കും ഉണ്ട്, കാസ്റ്റർ കേക്കും നീം കേക്കും അടങ്ങിയിരിക്കുന്നു. Then last one, neem oil emulsion, അതായത് വേപ്പെണ്ണ എമൽഷൻ. വേപ്പെണ്ണ എമൽഷൻ അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ചാൽ നോക്കാം. അവിടെ എന്താണ്, അത് നമുക്ക് 60 ഗ്രാം സോപ്പ് എടുത്ത് അര ലിറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കാം. 60 ഗ്രാം സോപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബാർ സോപ്പ് തന്നെയാണ്. ആ 60 ഗ്രാം ബാർ സോപ്പ് എടുത്ത് അര ലിറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുന്നു. എന്താണ്, അതിനകത്തേക്ക് 1 ലിറ്റർ നീം ഓയിലും കൂടെ ആഡ് ചെയ്യുന്നു. നീം ഓയിൽ മീൻസ് വേപ്പെണ്ണ. ആ വേപ്പെണ്ണയും കൂടി ആഡ് ചെയ്യുന്നു. 60 ഗ്രാം സോപ്പ്, 60 ഗ്രാം ബാർ സോപ്പിൽ എന്താണ് 60 ഗ്രാം ബാർ സോപ്പ് അര ലിറ്റർ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഡിസോൾവ് ചെയ്ത് വെക്കുന്നു. അതിനകത്ത് ലയിപ്പിച്ച് വയ്ക്കുന്നു. അര ലിറ്റർ വെള്ളം എടുത്ത് അതിനകത്ത് എന്താണ് 60 ഗ്രാം സോപ്പ് ലയിപ്പിച്ച് വയ്ക്കുന്നു. അതിനകത്തേക്ക് എന്താണ് 1 ലിറ്റർ നീം ഓയിൽ ഉപയോഗിക്കുന്നു. 1 ലിറ്റർ നീം ഓയിലും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു, വേപ്പെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നു. അതെന്താണ്, ഇതിപ്പോൾ നമുക്ക് കിട്ടിയത് ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നീം ഓയിൽ എമൽഷൻ അല്ലെങ്കിൽ വേപ്പെണ്ണ എമൽഷൻ റെഡി ആയി കഴിഞ്ഞു. ഇതിന് നമുക്ക് ഇത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇവിടെ നമ്മളിത് ഡൈല്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ക്വാണ്ടിറ്റി എടുത്ത്, അതായത് 60 ഗ്രാം സോപ്പും അര ലിറ്റർ വെള്ളവും 1 ലിറ്റർ നീം ഓയിൽ എമൽഷനും എടുത്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത്. ഇതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10 ലിറ്റർ വാട്ടറും കൂടി അപ്ലൈ ചെയ്യണം. 10 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് വേണം നമ്മളിത് പ്ലാന്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നോക്കാം, ഇത് നമ്മൾ ടുബാക്കോ ഡിക്കോക്ഷൻ ആണെങ്കിൽ എന്താണ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം എടുത്താൽ മതിയായിരുന്നു. ഇവിടെ എന്താണ് നമുക്ക് 60 ഗ്രാം സോപ്പും അര ലിറ്റർ വെള്ളവും 1 ലിറ്റർ നീം ഓയിൽ എമൽഷനുമാണ് എടുത്തിരിക്കുന്നത്. വേപ്പെണ്ണയും കൂടി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ബയോ ഫെർട്ടിലൈസേഴ്സിനെ പരിചയപ്പെടാം. ബയോ ഫെർട്ടിലൈസേഴ്സ് മീൻസ് എന്താണ്, ജൈവ വളങ്ങൾ. നമ്മൾ നേരത്തെ എന്താണ് പെസ്റ്റിസൈഡ്സ് പറഞ്ഞു, കീടനാശിനികൾ. അതും എന്താണ് ബയോ പെസ്റ്റിസൈഡ്സും അതുപോലെ കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ എന്താണ് ഫെർട്ടിലൈസേഴ്സും 2 തരത്തിലുണ്ട്. ബയോ ഫെർട്ടിലൈസേഴ്സും ഉണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉണ്ട്. രാസവളങ്ങളും ജൈവ വളങ്ങളും. നേരത്തെ പറഞ്ഞ അതുപോലെ രാസവളങ്ങൾ മീൻസ് എന്താണ്, രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വളങ്ങളാണിത് രാസവളങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ജൈവവളങ്ങൾ എന്ന് അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ ജൈവപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സസ്യങ്ങളിൽ നിന്നും അതുപോലെ മറ്റു മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ഒക്കെ കിട്ടുന്ന ആ സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളങ്ങൾ നിർമ്മിക്കുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജൈവ വളങ്ങൾ എന്ന് പറയുന്നത്. നോക്കാം, പ്രധാനപ്പെട്ട ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജൈവ വളങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കൗഡങ്. നമുക്കെല്ലാം അറിയാം, നിങ്ങൾ വീട്ടിലൊക്കെ ഈ കൃഷിയൊക്കെ ഉള്ളവർ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് കൗഡങ്. അത് നല്ല ഒരു ബയോ ഫെർട്ടിലൈസർ, ഒരു വളമാണ് എന്ത് കൗഡങ്. അതുപോലെ ഗ്രീൻ മാനുവർ മീൻസ് എന്താണ്, പച്ചിലവളം. അതായത് നമ്മുടെ എന്താണ് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളും വേസ്റ്റുകളും അതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് നമ്മൾ എന്താണ് വളങ്ങൾ നിർമ്മിക്കുന്നത്, ഫെർട്ടിലൈസേഴ്സ് നിർമ്മിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഗ്രീൻ മാനുവർ അല്ലെങ്കിൽ പച്ചിലവളം എന്ന് പറയുന്നത്. ദെൻ കമ്പോസ്റ്റ് മീൻസ് എന്താണ്, നമുക്കറിയാം നമ്മുടെ അടുക്കളയിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റുകളും അതുപോലെ എന്താണ് ഈ പച്ചക്കറിയുടെ വേസ്റ്റുകളും ഈ നമ്മുടെ എന്താണ് ഈ പ്ലാന്റ്സിന്റെ ഒക്കെ അവശിഷ്ടങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് കമ്പോസ്റ്റ് നിർമ്മിക്കാറുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് എന്താണ് ഈ മണ്ണിരകളെ ഉപയോഗിക്കുന്നുണ്ട്, മണ്ണിര കമ്പോസ്റ്റ്, അങ്ങനെ പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് അതുമെല്ലാം എന്താണ് പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ അനിമൽസിന്റെ ഒക്കെ ആ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും എന്താണ് ഒരു നല്ല ബയോ ഫെർട്ടിലൈസർ ആണ്. ദെൻ ഫിഷ് മാനുവർ എന്ന് വെച്ചാൽ മത്സ്യവളം. അതായത് ഈ മത്സ്യങ്ങളെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. നമുക്ക് എന്താണ് വീട്ടു ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ അലങ്കാരങ്ങൾക്കായിട്ടും വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ എന്താണ് മത്സ്യങ്ങളെ വളർത്തുന്നത്. അപ്പോൾ ഇതിന്റെ എന്താണ് ഈ വേസ്റ്റ് കാണും. നമുക്കിപ്പോൾ ടാങ്കിലൊക്കെ വളർത്തുമ്പോഴത്തേക്ക് അതിനടിയിൽ എന്താണ് നമ്മളിത് കൂടെ വൃത്തിയാക്കുമ്പോഴൊക്കെ ഇതിനടിയിൽ എന്താണ് ഇതിന്റെ അവശിഷ്ടങ്ങൾ കാണും. അത് നല്ല ഒരു എന്താണ് ഫെർട്ടിലൈസർ ആണ്, വളമാണ്. ദെൻ പൗൾട്രി ഡ്രോപ്പിംഗ് എന്താണ് കോഴിക്കാഷ്ടം അതുപോലെ ആട്ടിൻ കാഷ്ടം. നമുക്ക് എന്താണ് ഈ പൗൾട്രി ഫാമിൽ നിന്നൊക്കെ എന്താണ് ഇതിന്റെ വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് അതെന്താണ് നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
ദെൻ ബോൺ മീൽ എന്താണ്? എല്ലുപൊടി എന്ന് പറയും. എല്ലുപൊടി എന്ന് പറയുന്നത് അതിനകത്ത് നൈട്രജൻ്റെയും കാൽസ്യം, ഫോസ്ഫറസ് അങ്ങനെ ഒത്തിരി കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? ബോൺ മീൽ അല്ലെങ്കിൽ എല്ലുപൊടി എന്ന് പറയുന്നത്. ഇത് എത്ര എന്താണ്? ഇതെല്ലാം നല്ല ഒരു ബയോ ഫെർട്ടിലൈസേഴ്സ്, ജൈവ വളങ്ങളാണ്. അപ്പോൾ ജൈവ വളങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കൗഡം, ഗ്രീൻ മാനുവർ, കമ്പോസ്റ്റ് മാനുവർ, ഫിഷ് മാനുവർ, പൗൾട്രി ഡ്രോപ്പിംഗ്, ഗോട്ട് ഡ്രോപ്പിംഗ്, ബോൺ മീൽ എക്സെട്ര. ഏതൊക്കെയാണ്? ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, എല്ലുപൊടി തുടങ്ങിയവ. അപ്പൊ ഇത് ഇത്രയാണ് നമ്മൾ എന്താണ് പ്രധാനപ്പെട്ട ജൈവ വളങ്ങൾ അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. നമ്മള് എന്താണ് ഭക്ഷ്യവിളകൾ, അതായത് ഫുഡ് ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു വന്നത്. ഈ ഫുഡ് ക്രോപ്സ് അല്ലെങ്കിൽ ഭക്ഷ്യവിളകൾ മാത്രമേ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അവ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. ഈ അതായത് നമുക്ക് ആഹാരം ലഭിക്കുന്ന വിളകൾ മാത്രമേ നമ്മൾ കൃഷി ചെയ്യുന്നുള്ളൂ എന്ന് അങ്ങനെയല്ല. നമുക്ക് എന്താണ് അല്ലാതെ വ്യാവസായിക അടിസ്ഥാനത്തിലും പ്രാധാന്യമുള്ള ഒരുപാട് എന്താണ് കൃഷികൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറച്ച് കൃഷികളെ പറ്റി അല്ലെങ്കിൽ കുറച്ച് എന്താണ് ആ ക്രോപ്സിനെ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. നോക്കാം ഏതൊക്കെയാണ്. കോട്ടൺ, ജൂട്ട്, കോയർ. എന്താണ് കോട്ടൺ? മീൻസ് പരുത്തി. നമുക്കറിയാം പരുത്തി കൃഷി ചെയ്യുന്നത്, കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് ജൂട്ട്? ജൂട്ട് മീൻസ് എന്താണ്? ചണം. കൊയർ എന്താണ്? കയർ. അപ്പോൾ ഇവ മൂന്നും എന്താണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ എന്തായിരുന്നു ഇതിനെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇതിന്റെ ഭക്ഷ്യ സാധനങ്ങൾ അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഈ കോട്ടണിൽ നിന്നോ ജൂട്ടിൽ നിന്നോ കൊയറിൽ നിന്നോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കിട്ടുന്നുണ്ടോ? ഇല്ല. അവ എന്താണ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം ഇവ ഓരോന്നിന്റെയും കൾട്ടിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഓരോന്നും എന്തിനു വേണ്ടി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു കോട്ടൺ അല്ലെങ്കിൽ പരുത്തി. നമുക്കറിയാം കോട്ടൺ അല്ലെങ്കിൽ ഇപ്പൊ കോട്ടൺ എന്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? നമുക്ക് എന്താണ് നമ്മുടെ ഡ്രസ്സിന് വേണ്ടി, ഡ്രസ് മെറ്റീരിയൽസ്, നമ്മുടെ എന്താണ് വസ്ത്രനിർമ്മാണ രംഗത്താണ് ഈ കോട്ടൺ ഒരുപാട് ഉപയോഗിക്കുന്നത്. അവിടെ നോക്കാം ഈ കോട്ടൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫൈബർ ക്രോപ്പ്. ഫൈബർ ക്രോപ്പ് മീൻസ് ഒരു നാര് വിളയാണ് ഇത് കോട്ടൺ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കൃഷി ചെയ്ത് വരുന്ന ഏറ്റവും കൂടുതലായിട്ട് എന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫൈബർ ക്രോപ്പാണ് ഇത് കോട്ടൺ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫൈബർ ക്രോപ്പാണ് ഇത് കോട്ടൺ അല്ലെങ്കിൽ പരുത്തി എന്ന് പറയുന്നത്. ഇനി നോക്കാം ഈ കോട്ടൺ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? പഞ്ഞി കിട്ടുന്നുണ്ട്, അതുപോലെ എന്താണ് ആ പരുത്തി കുരുവും കിട്ടുന്നുണ്ട്. കോട്ടന്റെ സീഡും അതുപോലെ കോട്ടൺ. ഇവിടെ നമ്മൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തിയാണ്. ആ പരുത്തിയിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട്? കോട്ടൺ മീൻസ് പഞ്ഞിയും അതുപോലെ എന്താണ് കോട്ടൺ സീഡ് മീൻസ് എന്താണ്? പരുത്തിക്കുരു. ഇവ രണ്ടും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കോട്ടൺ ബാൾസിൽ നിന്നാണ്. അതായത് ആ പരുത്തിയുടെ കായിൽ നിന്നാണ്, പരുത്തിക്കായിൽ നിന്നാണ് പഞ്ഞിയും അതുപോലെ എന്താണ് പരുത്തിക്കായും കോട്ടനും കോട്ടൺ സീഡും നമുക്ക് ലഭിക്കുന്നത് കോട്ടൺ ബാൾസിൽ നിന്നാണ്. അപ്പോൾ കോട്ടൺ ബാൾസ് എന്ന് വെച്ചാൽ എന്താണ്? പരുത്തിക്കായ എന്നാണ്. കോട്ടൺ ബാൾസ് മീൻസ് പരുത്തിക്കായ്. ആ പരുത്തിക്കായിൽ നിന്നാണ് നമുക്ക് കോട്ടനും സീഡും. കോട്ടൺ മീൻസ് പഞ്ഞിയും പരുത്തി കുരുവും നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആ കോട്ടൺ ബാൾസിൽ നിന്ന്. ഇനി നോക്കാം നമുക്ക് എന്താണ് നമുക്ക് വസ്ത്ര നിർമ്മാണത്തിന് വേണ്ടെങ്കിൽ എന്താണ് ആ നൂല്, പരുത്തിയുടെ നൂല് ആവശ്യമുണ്ടല്ലോ. പരുത്തി നൂലിൽ നിന്നല്ലേ നമ്മൾ വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നത്. അപ്പൊ ആ ത്രെഡ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം കോട്ടൺ. ഈ പഞ്ഞിയിൽ നിന്നാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഒബ്റ്റൈൻ ചെയ്യുന്നത് ത്രെഡ്, അതായത് ആ നൂല്, പരുത്തി നൂല് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞിയിൽ നിന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ വേർഡ് ഇവിടെ തിരിഞ്ഞു പോകും. നമ്മുടെ ആ ക്രോപ്പിന്റെ ആ പേര് പറയുമ്പോഴത്തേക്ക്, വിളയുടെ പേര് പറയുമ്പോഴത്തേക്ക് നമ്മൾ കോട്ടൺ എന്ന് പറയുന്നു. അവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? പരുത്തി എന്നാണ്. ആ കോട്ടന്റെ മീനിങ് എന്താണ്? പരുത്തി എന്നാണ്. ഈ കോട്ടൺ ബാൾസ് അതായത് പരുത്തിക്കായിൽ നിന്ന് നമുക്ക് എന്താ കോട്ടനും സീഡും കിട്ടുന്നു. അവിടെ എന്താണ്? പഞ്ഞിയാണ്. ആ പഞ്ഞിയും പരുത്തി കുരുവും കിട്ടുന്നുണ്ട്. അതുപോലെ ആ എന്താണ് നമുക്ക് നൂല്, ആ ത്രെഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പഞ്ഞിയിൽ നിന്നാണ് നമ്മൾ നൂല് ഉത്പാദിപ്പിച്ചെടുക്കുന്നത്. നമ്മൾ നെയ്തെടുക്കുന്നൊക്കെ പറയത്തില്ലേ, അത് ഈ കോട്ടൺ പഞ്ഞിയിൽ നിന്നാണ് ആ ത്രെഡ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ കോട്ടൺ സീഡ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? കാറ്റിൽ ഫുഡിന് വേണ്ടി അല്ലെങ്കിൽ കാറ്റിൽ ഫീഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. കാറ്റിൽ
ഫീഡ്, അതായത് നമ്മുടെ കന്നുകാലികൾക്കും അതുപോലെ എന്താണ് മറ്റുള്ളതിനൊക്കെ എന്താണ് ആഹാരമായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ കോട്ടന്റെ സീഡ്. അതുപോലെ എന്താണ് കോട്ടൺ സീഡിൽ നിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ കോട്ടൺ സീഡിൽ നിന്ന് പരുത്തിക്കുരുവിൽ നിന്ന് കിട്ടുന്ന എണ്ണ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ കോട്ടനെ പറ്റി പറഞ്ഞത്. എന്താണ് കോട്ടൺ അല്ലെങ്കിൽ പരുത്തി? നമ്മുടെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ഫൈബർ ക്രോപ്പാണ് എന്ത്, കോട്ടൺ എന്ന് പറയുന്നത്. ഫൈബർ ക്രോപ്പ് എന്ന് വെച്ചാൽ നാരുവിള. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് ഫൈബർ ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. ഏതാണ്? കോട്ടൺ അല്ലെങ്കിൽ പരുത്തി. ഇന്ത്യയിൽ കൃഷി ചെയ്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാരുവിളയാണ് എന്ത്, കോട്ടൺ എന്ന് പറയുന്നത്. അതുപോലെ ഈ കോട്ടൺ പരുത്തി കായിൽ നിന്നാണ് നമുക്ക് എന്താണ് പഞ്ഞിയും കോട്ടൺ സീഡ്, പരുത്തി കുരുവും പഞ്ഞിയും നമുക്ക് കിട്ടുന്നത്. അതുപോലെ ത്രെഡ്, നൂല് എവിടെ നിന്ന് കിട്ടുന്നു? ഈ കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞിയിൽ നിന്ന് നമുക്ക് നൂല് കിട്ടുന്നു. അതുപോലെ എന്താണ് കോട്ടൺ സീഡ് എന്തിനു യൂസ് ചെയ്യുന്നു? കാറ്റൽ ഫീഡ്, അതായത് കന്നുകാലികളുടെയൊക്കെ അവയ്ക്കുള്ള ആഹാരമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ കോട്ടൺ സീഡിൽ നിന്ന് നമ്മൾ എന്താണ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, അത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇതിനടുത്ത് നമ്മൾ അടുത്ത ഒരു ക്രോപ്പാണ്, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പാണ് ജൂട്ട് അല്ലെങ്കിൽ ചണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചണം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യയാണ് ഒന്നാമതായിട്ട് നിൽക്കുന്ന രാജ്യം വേൾഡിൽ. ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇനി ഈ ജൂട്ട് ഫൈബർ എവിടെ നിന്ന് എന്താണ് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നു? ഈ ജൂട്ട് സ്റ്റെമ്മിൽ നിന്ന്, ചണത്തിന്റെ ആ ഒരു എന്താണ് സ്റ്റെമ്മിൽ നിന്നാണ്, ആ ചണം ആ ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മിൽ നിന്നാണ് നമ്മൾ എന്താണ് ജൂട്ട് ഫൈബർ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ ചണം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചണം എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് തരുന്ന ഒരു ചണം കണ്ടിട്ടുണ്ടല്ലോ. ആ ചണം എന്താണ് ഈ പ്ലാന്റിന്റെ സ്റ്റെമ്മിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്. ആ സ്റ്റെം എന്ത് ചെയ്യുന്നു, എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നു എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇതിന് ഈ ഫൈബർ കിട്ടുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഈ സ്റ്റെമ്മ് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനിടുന്നു. ആ കുതിർക്കാനിട്ടിട്ട് അതിനെന്താണ് നമ്മൾ നന്നായിട്ട് ബീറ്റൻ ചെയ്ത്, അതായത് തല്ലി ചതച്ചിട്ടാണ് അതിൽ നിന്ന് ഫൈബർ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്താണ് ഈ ജൂട്ട് ഫൈബർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ജൂട്ട് അല്ലെങ്കിൽ ചണം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതലായിട്ട് ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ഈ ജൂട്ട് ഫൈബർ എവിടെ നിന്ന് കിട്ടുന്നു? ഇതിന്റെ സ്റ്റെമ്മിൽ നിന്നാണ് നമുക്ക് ഈ ജൂട്ട് ഫൈബർ കിട്ടുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ എന്താണ്, ഈ സ്റ്റെമ്മ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ സോക്ക് ചെയ്യാൻ വേണ്ടി ഇടുന്നു. എന്നിട്ട് എന്താണ് അത് നന്നായിട്ട് തല്ലിച്ചരയ്ക്കുന്നു, നന്നായിട്ട് ബീറ്റൻ ചെയ്തിട്ട് അതിൽ നിന്ന് എന്താണ് ആ ഫൈബർ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഇവിടെ കൊയർ അല്ലെങ്കിൽ നമ്മൾ കയർ ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ എന്താണ് കോക്കനട്ട് ഹസ്ക് മീൻസ് എന്താണ്, ഈ തേങ്ങയുടെ ഒക്കെ തൊണ്ടുണ്ടല്ലോ, കോക്കനട്ട്, അതായത് തേങ്ങയുടെ തൊണ്ടെന്ന് പറയുന്നത്, ആ ഒരു പോർഷൻ നമ്മുടെ വെള്ളത്തിൽ അഴുക്കാനായിട്ട്. നിങ്ങൾക്കറിയാം ഈ കയർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുവിധം എല്ലാവർക്കും നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പ്രോസസ്സ് തന്നെയായിരിക്കും. അതായത് ഈ തൊണ്ട അഴുകാനിട്ടിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഇതുപോലെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നു. ആ ബീറ്റൻ ചെയ്യുന്നു, അപ്പോഴത്തേക്ക് നന്നായിട്ട് തല്ലി ചതച്ച് അതിൽ നിന്ന് ഫൈബർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതെന്താണ് പല ഫോമിൽ നമുക്ക് എന്താണ് ആ കയർ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഫുഡ് ക്രോപ്സ് അല്ലാതെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്രോപ്പുകളെ പറ്റിയാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? കോട്ടൺ, ജൂട്ട്, കൊയർ. കോട്ടൺ മീൻസ് പരുത്തി, അതൊരു ഫൈബർ ക്രോപ്പാണ്. അതുപോലെ എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്താണ് കോട്ടൺ ബോൾസ്, പരുത്തി കായിൽ നിന്ന് കോട്ടണും കോട്ടൺ സീഡും, പഞ്ഞിയും പരുത്തി കുരുവും ലഭിക്കുന്നുണ്ട്. കോട്ടണിൽ നിന്ന് എന്താണ് ഫൈബർ, പഞ്ഞിയിൽ നിന്ന് നൂല് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ കോട്ടൺ സീഡ് എന്തിനു യൂസ് ചെയ്യുന്നത്? കാറ്റൽ ഫീഡായിട്ട് യൂസ് ചെയ്യുന്നു. ആ കോട്ടൺ സീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. ജൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ ഇന്ത്യയാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്നാമത്തെ രാജ്യം എന്ന് പറഞ്ഞു. അതിന്റെ സ്റ്റെമ്മിൽ നിന്നാണ് നമ്മൾ ജൂട്ട് ഫൈബർ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്. അതെന്താണ് വെള്ളത്തിൽ കുതിർക്കാനിടുന്നു, അതിൽ നിന്ന് നന്നായിട്ട് ബീറ്റൻ ചെയ്ത് തല്ലി ചതച്ചിട്ട് ആ ഫൈബർ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു.